പിതാവ് 2022 ഏപ്രിൽ 20-നാണല്ലോ പിതാവ് ഔദ്യോഗികമായി സ്ഥാനം ത്യാഗം ചെയ്തത്. പുതിയൊരു ആളിന് വേണ്ടി മാറിക്കൊടുത്തതാണോ? എന്തായിരുന്നു ആ ഒരു തീരുമാനത്തിന് പിന്നിൽ? പാമ്പ്ലാൻ പിതാവ് എൻ്റെ സഹായമിത്രനായിട്ട് കൂടെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അങ്ങനെ നിയമിക്കാൻ പറ്റിയില്ല. വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത കടന്നു പോകുന്നതെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതുണ്ട്. നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ്. സീറോ മലബാർ സഭയിൽ തന്നെ ഏറ്റവും പ്രബലമായ തലശ്ശേരി അതിരൂപതയെ 2014 മുതൽ നയിച്ച തലശ്ശേരി അതിരൂപതയുടെ അഭിമാനമായ ഞർലക്കാട്ട് പിതാവിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഷെക്കീന ടിവിയിലൂടെ നമ്മൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വിശ്രമ ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൂടെയും ഒരു പിതാവ് വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഇന്ന് ഷെക്കീന ടിവിയിലൂടെ മനസ്സ് തുറക്കുകയാണ് ഞർലക്കാട്ട് പിതാവ്. സ്നേഹപൂർവ്വം ഞർലക്കാട്ട് പിതാവ്. പിതാവ് 2022 ഏപ്രിൽ 20-നാണല്ലോ പിതാവ് ഔദ്യോഗികമായി സ്ഥാനം ത്യാഗം ചെയ്തത്. അപ്പം പിതാവ് അങ്ങനെ ഒരു സുപ്രധാനമായ തീരുമാനം നേരത്തെ എടുത്തതാണോ? പുതിയൊരു ആളിന് വേണ്ടി മാറിക്കൊടുത്തതാണോ? എന്തായിരുന്നു ആ ഒരു തീരുമാനത്തിന് പിന്നിൽ? അവന് ചോദിച്ചു, റിട്ടയർമെൻറ്റിനെ പറ്റി ചോദിക്കുകയുണ്ടായി. 2022 ഏപ്രിൽ 20-നാണ് ഞാൻ ഔദ്യോഗികമായിട്ട് എൻ്റെ ആർച്ച് ബിഷപ്പ് എന്ന സ്ഥാനം മാറി പാമ്പ്ലാൻ പിതാവിനെ ഏൽപ്പിക്കുന്നത്. അത് വളരെ മനോഹരമായ ചടങ്ങായിട്ട് നടന്ന കാര്യം എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇനി നമ്മുടെ റിട്ടയർമെൻറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ സിനഡിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു ഒരിക്കൽ. അതായത് 75 വയസ്സോടുകൂടി എല്ലാ പിതാക്കന്മാരും റിട്ടയർ ചെയ്യേണ്ടവരാണ് 75 വയസ്സാകുമ്പോഴത്തേക്കും. അപ്പോൾ അതിന് ഒരു കൊല്ലം മുമ്പേ തന്നെ വേണമെങ്കിൽ ബിഷപ്സിന് റെസിഗ്നേഷൻ കൊടുക്കാം. അപ്പോൾ ആ നടപടിക്രമങ്ങൾ തുടങ്ങി വെച്ചാൽ അവർ റിട്ടയർ ആകുന്നതോട് കൂടി തന്നെ ഒരു പുതിയ ബിഷപ്പും സ്ഥാനം ഏൽക്കും എന്നൊരു ചിന്ത ഒരിക്കൽ സിനഡിൽ വരികയുണ്ടായി. ചർച്ച ചെയ്ത് അങ്ങനെ പാസ്സാക്കുകയും ചെയ്തതാണ്. അതും പ്രകാരം എനിക്ക് 2021 ജൂൺ 23-നാണ് എനിക്ക് 75 വയസ്സ് പൂർത്തിയാകുന്നത്. പക്ഷേ അതിന് മുമ്പേ തന്നെ ഞാൻ ഈ കാര്യം ആലഞ്ചേരി പിതാവുമായിട്ട് അന്ന് പിതാവായിരുന്നല്ലോ മേജരാഴ്ച സംസാരിച്ചിരുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, അത് വേണ്ട, എൻ്റെ റിട്ടയർമെൻറ്റ് സമയത്ത് ഞാൻ റെസിഗ്നേഷൻ കൊടുക്കണമല്ലോ, ആ സമയത്ത് അത് അപേക്ഷ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2021 ജനുവരി 2021 ജനുവരി 23-ന് എനിക്ക് 75 വയസ്സ് പൂർത്തിയായ അവസരത്തിൽ തന്നെ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ എൻ്റെ റെസിഗ്നേഷൻ കത്ത് ആലഞ്ചേരി പിതാവിനെ ഏൽപ്പിക്കുകയും പിതാവ് അത് പെർമനൻറ്റ് സെനറ്റിലേക്ക് കൊടുക്കുകയും പെർമനൻറ്റ് സെനറ്റ് അത് അംഗീകരിക്കുകയും ചെയ്തു. തൊട്ടടുത്ത് വന്ന ഓഗസ്റ്റ് മാസത്തിലെ സെനറ്റിലാണ് ഞാൻ വിചാരിക്കുന്നു പുതിയ ആളെ കണ്ടെത്തുന്നുള്ള പ്രോസസ്സ് തുടങ്ങണം. ഒരു പ്രോസസ്സിലൂടെയാണ് കണ്ടെത്തുന്നത്. കാര്യം പാമ്പ്ലാൻ പിതാവ് എൻ്റെ സഹായമിത്രനായിട്ട് കൂടെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അങ്ങനെ നിയമിക്കാൻ പറ്റിയില്ല. അത് സെനറ്റാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പിന്നീട് ആ പ്രോസസ്സൊക്കെ നടന്നു. ആളുകളുടെ പേര്, ആരൊക്കെ പിതാവാണെന്നുള്ള പേരുകൾ പലരുമായിട്ടൊക്കെ ആലോചിച്ചതിന് ശേഷം ആലഞ്ചേരി പിതാവിനെ ഏൽപ്പിച്ചു. അത് സെനറ്റിലൂടെ ചർച്ചകളിലേക്ക് വരികയുണ്ടായി. അങ്ങനെ 2022 ജനുവരി മാസത്തിൽ കൂടിയ സെനറ്റാണെന്നാണ് എൻ്റെ ഓർമ്മയെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പാമ്പ്ലാൻ പിതാവിനെ തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്തയായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ എനിക്ക് ആ കാര്യം കുറച്ചുകൂടി എളുപ്പമായി. പിന്നീട് ഞാൻ ഒന്ന് മാറാനുള്ള സമയത്തിൻ്റെയും പിതാവ് സ്ഥാനം ഏറ്റെടുക്കാനുള്ള സമയങ്ങൾ നിശ്ചയിക്കേണ്ട പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് ഏപ്രിൽ മാസത്തിൽ നിശ്ചയിച്ചു. ഏപ്രിൽ 20, 2022 ഏപ്രിൽ 20-ന് ഞാൻ ഔദ്യോഗികമായിട്ട് ആർച്ച് ബിഷപ്പ് സ്ഥാനം ഒഴിയുകയാണ് ചെയ്തത്. അതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഇത് എൻ്റെ സമയം, എൻ്റെ പ്രായത്തിൻ്റെ സമയമായിരുന്നു. എനിക്ക് ആരോഗ്യ വലിയ പ്രശ്നമൊന്നുമില്ല, വേണമേ എനിക്ക് തുടരാം. പക്ഷേ നമ്മുടെ സഭയിൽ അങ്ങനെ ഒരു പാരമ്പര്യമില്ല, നമ്മൾ തുടരുക എന്നുള്ളതാണ്. ആ സമയത്ത് ലത്തീൻ സഭയിലൊക്കെ ആണെങ്കിൽ രാജിവെക്കുന്ന പിതാവിനോട് തന്നെ ചിലപ്പോൾ അവിടെ ഒരു കെയർ ടേക്കറായിട്ടോ അഡ്മിനിസ്ട്രേറ്ററായിട്ടൊക്കെ തുടരാൻ പറയുന്ന രീതിയുണ്ട്. പക്ഷേ നമ്മുടെ രൂപതയില്ല. കാരണം നമുക്ക് പലപ്പോഴും നമ്മുടെ ഒരു പുതിയ ബിഷപ്പിനെ കണ്ടെത്താനോ ഒരു ആർച്ച് ബിഷപ്പിനെ കണ്ടെത്താനോ ഒത്തിരി സമയം എടുക്കേണ്ടതില്ല. ഒരു പുതിയ ബിഷപ്പാണെങ്കിൽ പോലും ഒരു വൈദികനെ കണ്ടെത്തി ബിഷപ്പായിട്ട് തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിൻ്റെ മെത്രാൻ പട്ടങ്ങൾ നമുക്കൊരു കൊല്ലമല്ലോ 1.25 കൊല്ലത്തിനോടേക്ക് നടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ അതേപ്പറ്റി ഒത്തിരി വരയിടാകേണ്ട കാര്യമില്ല. ആർച്ച് ബിഷപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മെത്രാനാണല്ലോ ആ പൊസിഷനിലേക്ക് വരേണ്ടത്. എക്സെപ്ഷനുണ്ട്, വൈദികരും വരാം. എങ്കിലും ഒരു മെത്രാനും ആ രംഗത്തേക്ക് വരുന്നതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഞാനൊരു സ്വാഭാവികമായിട്ടും എനിക്ക് പ്രായമായി
റിട്ടയർമെൻറ്റ് സമയമായി ഞാൻ കൊടുത്ത റെസിഗ്നേഷൻ സ്വീകരിച്ചു, പ്രോസസ്സൊക്കെ പൂർത്തീകരിച്ച് നമുക്ക് ആർച്ച് ബിഷപ്പിനെ കിട്ടിയതാണ്. അല്ലാണ്ട് വേറെ ഒരു കാരണത്തിൻ്റെ പേരിലും അല്ല മാറിയത്. ഒരു പിതാവ് വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചും എങ്ങനെയായിരിക്കും ഒരു പിന്നീടുണ്ടാകുന്ന വിശ്വാസ ജീവിതവും ഒക്കെ ഒന്ന് പങ്കുവെക്കുക. പിതാവിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ പിതാവ് എങ്ങനെയാണ് തലശ്ശേരി അതിരൂപതയിൽ നിന്നുകൊണ്ട് തന്നെ വിശ്വാസ സമൂഹത്തിന് കരുത്തേകുന്നത് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. പ്രിയമുള്ളവരെ, അമലിൻ്റെ ചോദ്യം പ്രസക്തമായൊരു ചോദ്യമാണ്. ചോദ്യത്തിന് നന്ദി പറയുന്നു. ഏറെ നാളുകൾക്ക് ശേഷമാണ് നമ്മളോട് കൂടി ഒരുമിച്ച് കൂടുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ മാണ്ഡ്യ രൂപതയിൽ 2010 മുതൽ 2014 ഒക്ടോബർ 29 വരെ അവിടെ മാണ്ഡ്യയുടെ പ്രഥമ മെത്രാനായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ തലശ്ശേരിക്ക് വരുന്നത്. 2014 ഒക്ടോബർ 30 ഞാൻ തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഏതാണ്ട് പറയാൻ 8 വർഷക്കാലം ഞാൻ ഈ അതിരൂപതയ്ക്ക് ശുശ്രൂഷ ചെയ്യുകയുണ്ടായി. ഏറെ സന്തോഷകരമായ അവസരങ്ങളായിരുന്നു അതൊക്കെയും. വൈദികരുടെയും സമർപ്പിതരുടെയും ദൈവജനത്തിൻ്റെ പ്രത്യേകിച്ച് അൽമായ സമൂഹത്തിൻ്റെയൊക്കെ നിർലോഭമായ സഹകരണം പിന്തുണയൊക്കെ ഈ കാലഘട്ടത്തിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. ഏറെ സന്ദേഹങ്ങളോടുകൂടിയാണ് ഞാൻ വന്നതെങ്കിലും ഏറെ സന്തോഷത്തോടുകൂടിയാണ് എനിക്കിവിടെ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചത്. കഠിനമായ അധ്വാനങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. എല്ലാവരെയും മനസ്സിലാക്കാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് വൈദിക സമൂഹത്തെ മുഴുവൻ പേര് പഠിച്ചെടുക്കുക ശ്രമകരമായ കാര്യമായിരുന്നെങ്കിൽ അത് പൂർത്തീകരിച്ചു. വന്ന 50 ദിവസത്തിനുള്ളിൽ തന്നെയായിട്ട് എല്ലാ ഇടവകളും സന്ദർശിക്കുവാൻ ഇടയായി. അങ്ങനെ ഇടവകളെപ്പറ്റി ഒരു പൊതുധാരണ ലഭിച്ചു. ഇങ്ങനെ ഈ ശുശ്രൂഷകളെല്ലാം 2021 എനിക്ക് 21 ജൂൺ 21 ആയപ്പോൾ എനിക്ക് 75 വയസ്സ് പൂർത്തിയായി. അന്ന് തന്നെ ഞാൻ അഭിമന്യ ആലഞ്ചേരി പിതാവിന് എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുകയുണ്ടായി. പിന്നീട് വന്ന പെർമനൻസിൻ്റെ അത് സ്വീകരിച്ചു. തുടർന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിറവേറി തുടർന്ന് നടന്ന സിനഡിലൊക്കെ ആയിട്ട് എൻ്റെ പിൻഗാമിയെ കണ്ടെത്തുവാനുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ ചെയ്തു. 2022 ജനുവരി മാസത്തെ സിനഡിലാണ് പമ്പളാനി പിതാവിനെ തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ സ്ഥലം മാറുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. 2022 ഏപ്രിൽ 20 ഔദ്യോഗികമായിട്ട് ഞാൻ സ്ഥാനം ഒഴിയുകയും പമ്പളാനി പിതാവിന് സ്ഥാനം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 2022 മെയ് മാസം 13 എൻ്റെ വിചാരം, 10-11 ഞാൻ എൻ്റെ താമസ സ്ഥലം കുന്നത്തേക്ക് മാറ്റി. ഞാൻ കുന്നത്തേക്ക് മാറ്റാനുണ്ടായൊരു കാരണം കുറച്ചുകൂടി സ്വസ്ഥമായൊരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനമായ ലക്ഷ്യം. കടൽക്കാറ്റിനേക്കാൾ ഇഷ്ടം എനിക്ക് മലയോര കാറ്റിനോടായിരുന്നു. തന്നെയല്ല, നമ്മുടെ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രൂപതയുടെ ഒരു ഭാഗത്തിൻ്റെ ഇടവകൾ തുടങ്ങുന്നത് ഈ ഇരിട്ടി ഭാഗങ്ങളിലാണ്. പേരാവൂര്, എടൂര്, നെല്ലിക്കാമ്പൊയിൽ, കുന്നോത്ത് തുടങ്ങിയ പുറവനുകളൊക്കെ ഇരിട്ടിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മലയോര ഹൈവേയുടെ സൗകര്യങ്ങളൊക്കെ ഇരിട്ടി പ്രദേശത്തുണ്ട്. എനിക്കൊന്ന് മാനന്തവാടി പോകണമെങ്കിലും ഒക്കെ ഇരിട്ടിയിൽ കുന്നോത്ത് താമസിക്കാൻ സൗകര്യപ്രദമാണെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല, രൂപതയുടെ വക തോട്ടം ഇവിടെയുണ്ട്, സ്വസ്ഥമായ സ്ഥലമാണ്. ഇവിടുത്തെ മാനേജച്ചൻ്റെ കൂടെ താമസിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് കരുതി ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. അതാണ് എന്നെ അതിന് പ്രേരിപ്പിച്ച കാര്യം. ഒപ്പം ഞാൻ സെമിനാരിയിൽ കുന്നോത്തുള്ള ഗുഡ് ഷെപ്പേർഡ് സെമിനാരിയിൽ ക്ലാസ് എടുക്കുന്നതുകൊണ്ടും അതും ഒരു കാരണമായി ഞാൻ പരിഗണിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ 2022 മെയ് മാസം മുതൽ ഞാനിവിടെ താമസിക്കുന്നു. ഇപ്പോൾ ഒരു 2-3 വർഷം ആകാൻ പോവുകയാണ്. എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാനങ്ങനെ റിട്ടയറായി എന്നുള്ളൊരു ചിന്ത എനിക്കില്ല. ഇപ്പോഴും ഔദ്യോഗികമായ ഒരു പരിപാടി ഞാൻ ചെയ്യുന്നില്ല. ഔദ്യോഗികമായ മീറ്റിങ്ങുകൾക്കൊന്നും ഞാൻ പോകാറില്ല. എന്നെ പ്രത്യേകമായിട്ട് ഏതെങ്കിലും മീറ്റിങ്ങിൽ ചെല്ലണമെന്ന് ക്ഷണിച്ചാൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. ക്ഷണിക്കുമ്പോൾ ഞാൻ പോകാറുണ്ട്, കൂടാറുമുണ്ട്. അല്ലാത്ത നിലയിൽ എന്നാൽ പറ്റുന്ന സേവനങ്ങളിലൂടെ ഞാനിവിടെ സംതൃപ്തനായിട്ട് കഴിയുന്നു. പിതാവിൻ്റെ പിൻഗാമി ബഹുമാനപ്പെട്ട മാർ ജോസഫ് പാംബ്ലാനി പിതാവ് ഇപ്പോൾ സിറോ മലബാർ സഭയിൽ തന്നെ ചില തർക്കങ്ങൾക്ക് കാരണമായ എറണാകുളം അങ്കമാലി രൂപതയുടെ ചില പ്രശ്നങ്ങൾ. അപ്പോൾ പിതാവിൻ്റെ പിൻഗാമിയായ മാർ ജോസഫ് പാംബ്ലാനി പിതാവിന് ഈ ഒരു വിഷയത്തിൽ പരിഹാരം കാണുവാൻ സാധിക്കുമോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? അമ്മ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് അതിന് ഉത്തരം പറയുക അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. നമുക്കറിയാം, നമ്മുടെ സഭയിലെ
പ്രത്യേകിച്ച് ഏകീകൃത വിശുദ്ധ കുർബാനയും അർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മൊത്തം 35 രൂപതകൾ ഉള്ളതിൽ 34 ഇടവകളിലും ഏകീകൃത കുർബാന നടപ്പായപ്പോൾ എറണാകുളം അങ്കമാലി രൂപതയിൽ പല കാരണങ്ങളും ഇതുവരെയും അത് നടപ്പാക്കുവാൻ സാധിച്ചില്ല. പല ഇടപെടലുകളും റോമിൻ്റെ ഭാഗത്തുനിന്നോ പരിശുദ്ധ പിതാവിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായെങ്കിൽ പോലും അത് പരിഹരിച്ചു പോരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത കടന്നു പോകുന്നതെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതുണ്ട്. നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ്. കാരണം എറണാകുളം അങ്കമാലി അതിരൂപത അതിൻ്റെ പാരമ്പര്യം കൊണ്ടും അതിൻ്റെ എണ്ണത്തിലും വലിപ്പത്തിലൊക്കെ വലിയ രൂപതയാണ്. ഏതാണ്ട് 5 ലക്ഷത്തോളം ജനങ്ങളും 400 പരം വൈദികരും ഒത്തിരിയേറെ സമർപ്പിതരും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒത്തിരിയേറെ സാഹചര്യങ്ങളുള്ള അതിരൂപതയാണല്ലോ നമ്മുടെ എറണാകുളം അതിരൂപത. അപ്പോൾ ആ രൂപത ഇങ്ങനെ വേറിട്ട് നിൽക്കുമ്പോൾ, സഭയുടെ കൂട്ടായ്മയിലേക്ക് വരാതെ നിൽക്കുമ്പോൾ അതെല്ലാ മറ്റു രൂപതകൾക്കും പ്രയാസം ഉളവാക്കുന്നതാണ്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള പലവിധ ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. ആ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. അങ്ങോട്ട് നിയോഗിക്കപ്പെട്ട ആളുകളുടെ പരാജയമായിട്ടല്ല, ആ എറണാകുളത്തു നിന്നുള്ള വൈദികരുടെ ആളുകളുടെയും കൂടെ ആ സഹകരണത്തിൻ്റെ അങ്ങോട്ട് അനുസരിച്ചാണല്ലോ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുക. ഏതായാലും ഇപ്പോൾ റോം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ സാരഥ്യം വീണ്ടും മേജർ ആർച്ച് ബിഷപ്പിനെ തിരിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് സഭ മുഴുവൻ്റെയും ആളെന്ന നിലയിൽ 35 രൂപതയുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാകേണ്ടതാണ്. അദ്ദേഹത്തിന് പലപ്പോഴും ഒത്തിരി അജപാലന വിസിറ്റുകൾക്ക് പോകേണ്ടി വരുന്നു, മീറ്റിങ്ങുകൾക്ക് പോകേണ്ടി വരുന്നു, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിലൊക്കെ ആയിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ എറണാകുളം അങ്കമാലി രൂപതയുടെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്ത് തനിയെ ആ കാര്യം ചെയ്യാൻ പറ്റുകയില്ല. അത് അസാധ്യമായൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പാമ്പ്ലാനി പിതാവിനെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ റാഫേൽ പിതാവിൻ്റെ വികാരിയായിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. ഹീസ് അപ്പോയിൻറ്റഡ് ആസ് ദി വിക്കർ ഓഫ് ദി മേജർ ആർച്ച് ബിഷപ്പ് ഫോർ ദി ആർച്ച് ഡയസ് ഓഫ് അങ്കമാലി എറണാകുളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സിനഡ് മുഴുവൻ ചർച്ച ചെയ്തിട്ട് അവിടെ എടുത്ത ഒരു തീരുമാനമാണ്. പെർമനൻറ്റ് സിനഡ് അങ്ങനെ ഇതേപ്പറ്റി നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അവിടെ മനസ്സിലുണ്ടായത് പാമ്പ്ലാനി പിതാവ് അങ്ങോട്ട് പോകുന്നതായിരിക്കും ഉചിതം എന്ന ഒരു നിർദ്ദേശം അവർ സിനഡിൽ വെച്ചു. ആ സിനഡ് ആ നിർദ്ദേശത്തെപ്പറ്റി ചർച്ച ചെയ്തു. അവസാനം അതങ്ങനെ ഒരു വോട്ടിനിട്ട് തീരുമാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിതാവിന് അങ്ങോട്ട് വയ്ക്കുമ്പോൾ പിതാവ് പല വിധത്തിലും പ്രാഗൽഭ്യമുള്ള ഒരാളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങളും പഠിച്ചും വേണ്ട നല്ല ഉചിതമായ തീരുമാനം എടുത്തു പോകാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് പിതാവ്. മാത്രമല്ല തൻ്റെ മനസ്സിൽ വരുന്ന ആശയങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ് ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് പരിചയമുണ്ട്. ഏത് തരത്തിലുള്ള ആൾക്കാരും ആണെങ്കിലും അവരോടൊക്കെ ഇടപെടാനും സംസാരിക്കാനുള്ള ഒരു പ്രത്യേക പാഠവും ദൈവം പാമ്പ്ലാനി പിതാവിന് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒത്തിരിയേറെ വൈദികർക്ക് പാമ്പ്ലാനി പിതാവിനെ നേരിട്ട് അറിയാം. പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ വിമതർ എന്ന് വിളിക്കപ്പെടുന്ന വൈദിക ഗണത്തിൽ പിതാവിൻ്റെ കൂടെ പഠിച്ചവരും പിതാവിൻ്റെ കൂട്ടുകാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊരു കൂട്ടുകാരൻ എന്ന നിലയിൽ കൂടെ പഠിച്ചതിൽ കുറച്ചുകൂടെയൊക്കെ സ്വാതന്ത്ര്യത്തോടുകൂടി പിതാവിന് സംസാരിക്കാനും ഇടപെടാനും കഴിയുമെന്നുള്ളതും പോസിറ്റീവായൊരു പോയിൻ്റാണ്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും സിനഡ് മുഴുവൻ ഈ തീരുമാനത്തിലേക്ക് വന്നത്. പക്ഷേ പിതാവ് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ശ്രമകരമാണ്, പ്രയാസമുള്ളതാണ്, അത്ര എളുപ്പമുള്ളതല്ല. കാരണം വിവിധ തരത്തിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക, തീരുമാനങ്ങൾ ഉണ്ടാക്കുക. പക്ഷേ പിതാവിന് സാധിക്കും എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. പക്ഷേ അതിന് സമയമെടുക്കും. നമ്മൾ ഇന്നും നാളെ 1 മാസം 2 മാസം കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം പലവട്ടം ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച് സാഹചര്യങ്ങൾ പഠിച്ച് അദ്ദേഹത്തിന് മനസ്സിലൊരു ആശയങ്ങളൊക്കെ രൂപീകരിച്ച് അത് മേജർ ആർച്ച് ബിഷപ്പുമായിട്ട് ചേർന്ന് പൊതുവായ ഒരു ആലോചനയോടെ വേണമല്ലോ ഓരോ കാര്യങ്ങൾ പറയാൻ. മാത്രമല്ല അദ്ദേഹം വയ്ക്കുന്ന പ്രപ്പോസൽസ്, നിർദ്ദേശങ്ങളൊക്കെ മറ്റുള്ളവർക്കും കൂടി സ്വീകാര്യമാണ്. വിമതർക്ക് മാത്രം സ്വീകാര്യമായ പോരാ, മറ്റ് സഭയോട് ചേർന്ന് നിൽക്കുന്ന ഏകീകൃതാനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വീകാര്യമായ തീരുമാനങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഒരു പടിപടിയായിട്ട് ഒരു തീരുമാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. അപ്പം അതിന് നമ്മൾ അദ്ദേഹത്തിന് സമയം അനുവദിച്ചു കൊടുക്കണം. ചർച്ചയ്ക്കൊക്കെ ആയിട്ട് ഇടയ്ക്ക് നമ്മൾ തിരക്ക് കൂട്ടണ്ട. നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. തമ്പുരാൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകണം. തമ്പുരാൻ്റെ ഒരു സവിശേഷമായ ഇടപെടൽ കൂടി ഉണ്ടെങ്കിലേ ഈ പ്രശ്നം പരിഹരിക്കാനാവുകയുള്ളൂ. ഹൃദയ പരിവർത്തനം ആവശ്യമാണ്. കാരണം 2 കൂട്ടരും ഹൃദയം കൊണ്ട് വളരെ അകന്നുപോയി. വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ആയിട്ട് വലിയൊരു അകൽച്ച സംഭവിച്ചിട്ടുണ്ട്. ആ അകൽച്ചകളൊക്കെ ക്ഷമിച്ച് മറന്ന് വരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ,
കർത്താവായ ഈശോയുടെ ഇടപെടൽ, ത്രിത്വൈക ദൈവത്തിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകാനും ഒരു മനപരിവർത്തനം വരണമെങ്കിലും ഈശോ തന്നെ പറഞ്ഞ പോലെ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ സഭ മുഴുവൻ ഈ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഉപവാസം അനുഷ്ഠിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ അപ്പോൾ അതിലിടപെടുന്ന പാമ്പ്ലാൻ പിതാവിൻ്റെ ഒരു ബലമായിരിക്കും, കരുത്തായിരിക്കും. പരിഹാര മാർഗങ്ങൾ ദൈവം അപ്പോൾ തോന്നിച്ചു കൊടുക്കും. ഇതാണ് എനിക്ക് അതുകൊണ്ട് പിതാവിനെ തിരഞ്ഞെടുത്ത തീരുമാനത്തെപ്പറ്റിയും പിതാവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും വളരെ സർഗാത്മകമായിട്ട് പോസിറ്റീവായിട്ട് എനിക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. തമ്പുരാൻ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിതാവ് റിട്ടയർഡ് ആയെങ്കിലും കർമ്മനിരതനായി ഇപ്പോഴും തലശ്ശേരി അതിരൂപതയുടെ എല്ലാ ഭാഗങ്ങളിലും നിറസാന്നിധ്യമായി നിൽപ്പുണ്ട്. അപ്പം പിതാവെ എങ്ങനെ സാധിക്കുന്നു ഈ റിട്ടയർമെൻറ്റിലും വിശ്വാസികളുടെ ഇടയിൽ വിശ്വാസം പകർന്നു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ് എമിറേറ്റസ് ആയ സമയത്തും മുന്നോട്ട് പോകുന്നു? പിതാവിൻ്റെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. ഞാൻ പറഞ്ഞ എനിക്ക് റിട്ടയർ ആയതിനു ശേഷം എനിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ നല്ല ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഒരു ദൈനംദിന ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സാധാരണ രാവിലെ 5:15 എഴുന്നേൽക്കാറുണ്ട്. 5:15 എഴുന്നേൽക്കും. പറ്റുമെങ്കിൽ ഒരു കൊന്ത ചെല്ലുന്ന സമയം, ഒരു 15 മിനിറ്റ് സമയം ഇതിൽ നടക്കും. അത് കഴിഞ്ഞ് പോയി വാഷിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പള്ളിയിൽ വരും. അപ്പോഴത്തേക്ക് ഞാനൊരു 6:30 മുമ്പായിട്ട് പള്ളിയിലെത്താൻ ശ്രമിക്കും. 6:30 പ്രഭാത പ്രാർത്ഥന, തുടർന്ന് 6:45 വിശുദ്ധ കുർബാന കഴിഞ്ഞു. കുർബാന കഴിഞ്ഞാൽ നന്ദി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 7 മണി അല്ലെങ്കിൽ 8 മണിക്ക് 7:45 8 മണിക്ക് പ്രഭാത ഭക്ഷണമുണ്ട്. പത്രങ്ങളൊക്കെ ഒന്ന് നോക്കി വായിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ സാധാരണ പോയിരിക്കും. അല്ലെങ്കിൽ എഴുത്തുകുത്തുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കണക്കുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറികളോ ഇങ്ങനെയുള്ളതൊക്കെ എഴുതി പൂർത്തീകരിക്കുക. ഒരുങ്ങാനുള്ള കാര്യങ്ങൾക്ക് ഒരുങ്ങുന്നു. അങ്ങനെ അങ്ങ് പോകും സാധാരണ നിലയിൽ. ഒരു 11 മണി വരെ, 11 മണിക്ക് ഒരു ചായ കുടിക്കും. അത് കഴിഞ്ഞ് വീണ്ടും 1 മണി വരെയുള്ള സമയമുണ്ട്. അത് ഇങ്ങനെ ഇതിനിടയ്ക്ക് ആളുകൾ ചിലപ്പോൾ കാണാൻ വരും, വർത്തമാനത്തിൽ സംസാരിക്കും. അതൊക്കെ നേരത്തെ അറിയിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ അങ്ങ് പോയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞാൽ സ്വല്പം നേരം വിശ്രമിക്കും. വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 3-4 സമയം പ്രാർത്ഥനയ്ക്കായിട്ട് നീക്കി വയ്ക്കുന്നുണ്ട്. കാപ്പി കുടിച്ചു. വീണ്ടും ചിലരൊക്കെ ഓഫീസ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ പുറത്തോടൊക്കെ ഇറങ്ങിയിരുന്ന ഓരോ പണികളൊക്കെ സഹായിക്കും. വൈകുന്നേരം ഇവിടെ ഉണ്ടെങ്കിൽ നടക്കാൻ പോകും, തിരിച്ചു വരുന്നു. ഞങ്ങൾ 7 മണി മുതൽ 8 മണി വരെയുള്ള പൊതു പ്രാർത്ഥനയാണ്. ഞങ്ങൾ ജപമാലയും റംഷാ പ്രാർത്ഥനയും പങ്കുചേരും. 8 മണിക്ക് അത്താഴം കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വർത്താനെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ലലിയ ഞങ്ങളെല്ലാവരും കൂടെ രാത്രി ജപം ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രീ ആണ്. ചെറു ന്യൂസ് കേൾക്കുകയോ ഫോണുകളിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വായനയും പഠനമൊക്കെ ആയിട്ട് അങ്ങ് പോകും. ഒരു 10:30 കഴിയുമ്പോഴത്തേക്കൊക്കെ സാധാരണ ഉറങ്ങുന്ന ഒരു ശൈലി. ഇതാണ് റെഗുലറായ ഒരു ശൈലി. ഈ ശൈലിക്കൊക്കെ വ്യത്യാസം വരും. നമ്മൾ വൈകുന്നേരങ്ങളൊക്കെ ഇടവേളയ്ക്ക് പ്രോഗ്രാമൊക്കെ പോകുമ്പോൾ ഈ ശൈലികളൊക്കെ തെറ്റും. അല്ലെങ്കിൽ സാധാരണ ഇതാണ് ഒരു ജീവിതക്രമം. പിന്നെ നമുക്ക് ഇടവകളിൽ കിട്ടുന്ന അവസരങ്ങളിൽ ഇപ്പോൾ വിശുദ്ധ കുർബാനയായാലും ഹോമിൻ്റെ ആയാലും പറ്റുന്നിടത്തോളം അവിടെ ആളുകളെ പഠിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഓരോ അവസരങ്ങളിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ അവസരത്തിനൊത്ത പ്രസംഗങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ അതിനായിട്ട് ഒരുക്കുന്നുണ്ട്, പഠിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതൊരു പിതാവ് എന്ന നിലയിൽ കടമയാണല്ലോ പഠിപ്പിക്കുക എന്നുള്ള ദൗത്യം. അത് ഇപ്പോൾ നന്നായിട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുങ്ങി തന്നെയാണ് സാറിന് പോകാറുള്ളത്. ഒരുങ്ങി പ്രസംഗം പറയണമെന്നൊരു ചിന്ത. ഒരുങ്ങിയില്ലെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളാണ്. ഒരുങ്ങിയാൽ പിന്നെ എളുപ്പമുണ്ടെന്ന കാര്യം. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന അർപ്പണവും മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും ഭക്തിപൂർവ്വം ചെയ്യണമെന്ന ഒരു നിർബന്ധം എനിക്കുണ്ട്. വളരെ ചിട്ടയോടുകൂടിയും ഭക്തിയോടുകൂടിയും അത് വിശുദ്ധ കുർബാനയായിട്ട് മറ്റ് കർമ്മങ്ങളായിട്ട് അതുവഴിയായിട്ട് അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊരു ദൈവിക അനുഭവം കിട്ടാനിടയായിത്തീരും. മാത്രമല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്ന ദൈവിക രഹസ്യങ്ങളാണ്. അപ്പോൾ ആ രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ വിശുദ്ധിയും അതിൻ്റെ മഹിമയും അതൊക്കെ ഓർത്തുകൊണ്ട് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെന്നൊരു നിഷ്കർഷമുള്ള കൂട്ടത്തിലാണ് ഞാൻ. പിന്നെ എനിക്ക് പൊതുരംഗങ്ങൾക്ക് അവസരം കിട്ടും. നമുക്ക് പലപ്പോഴും ഒരു സ്കൂൾ വാർഷികങ്ങൾക്ക് പോകാനോ ചില പൊതു പരിപാടികൾ പങ്കെടുക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് ഇടപെടാനൊക്കെ കിട്ടുന്ന അവസരങ്ങളിലും പരമാവധി ഞാൻ ചെല്ലാറുണ്ട്. എൻ്റെ സാന്നിധ്യം അവർക്ക് ഉപകാരപ്രദമാണെന്ന് അവർക്കും എനിക്ക് തോന്നിയാൽ ഞാൻ പോയി പങ്കെടുക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പൊതുവായ കാര്യങ്ങൾ പറയാൻ സാധിക്കും. തലശ്ശേരി അതിരൂപത ഒരു സമുദായ ശാക്തീകരണ വർഷമായി 2025 ആഘോഷിക്കുമ്പോൾ നമ്മോടൊപ്പം ആയിരുന്നത് തലശ്ശേരി അതിരൂപതയുടെ കർഷകരുടെ പുഞ്ചിരിക്കുന്ന മുഖമായ ഞാർലക്കാട്ട് പിതാവാണ്. പിതാവിനെ ഏറെ സ്നേഹത്തോടെ ശകന പ്രേക്ഷകരുടെ എല്ലാവരുടെ പേരിലും ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുകയാണ്.
താങ്ക് യു പിതാവേ. താങ്ക് യു.